വോട്ടിന് വേണ്ടിയല്ല ഞാൻ സേവനം ചെയ്യുന്നത്. എയിംസ് വന്നാലും അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല. രാഷ്ട്രീയ കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഈ വാക്കുകൾ മുഴങ്ങുന്നത് തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നാണ്. പറഞ്ഞത് മറ്റാരുമല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വന്തം നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റാൻ രാഷ്ട്രീയക്കാർ ക്യൂ നിൽക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ കടമയാണ് എന്ന് ഉറക്കെ പറയുന്ന ഈ മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിലെ പുതിയ വിസ്മയമാവുകയാണ്. എന്താണ് സുരേഷ് ഗോപിയുടെ ഈ പുതിയ വെല്ലുവിളി? പിണറായി സർക്കാരിനെ എന്തിനാണ് അദ്ദേഹം പൂരത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? കാണാം. വികസനം എന്നാൽ വെറും ഫ്ലെക്സ് ബോർഡല്ല എന്ന് സുരേഷ് ഗോപി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം വർഷങ്ങളായി സ്വപ്നം കാണുന്ന എയിംസ് ഇതാ വരികയുമാണ്. പക്ഷേ അവിടെയാണ് വ്യത്യാസം. 10 കൊല്ലം ഭരിച്ചിട്ടും പദ്ധതികൾ നടപ്പിലാക്കാതെ കേന്ദ്രത്തിന്റെ പല പദ്ധതികളും സ്വന്തം പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. എന്നാൽ സുരേഷ് ഗോപി പറയുന്നു, എയിംസ് വരും, വരാതെ എവിടെ പോകാൻ, പക്ഷെ അതിന്റെ പേരിൽ ഞാൻ വോട്ട് ചോദിക്കില്ല. ഇതിനെയാണ് നരേന്ദ്രമോദി സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. വികസനം ഒരു അവകാശമാണ്, അതല്ലാതെ വോട്ട് പിടിക്കാനുള്ള ആയുധമല്ല. അടുത്ത തവണ തന്നെ ജയിപ്പിക്കാൻ തൃശ്ശൂരുകാർക്ക് മറ്റ് പല കാരണങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ചു കാലമായി അദ്ദേഹം നടത്തുന്ന നിശബ്ദമായ സേവനങ്ങളുടെ കരുത്താണ്. മെട്രോയും എയിംസും മാത്രമല്ല, സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്ന എത്രയോ കാര്യങ്ങൾ. ഇനി മറ്റൊരു പ്രധാന വിഷയം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇവിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രസക്തി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടും റിപ്പോർട്ടിൽ എന്തുകൊണ്ടത് വന്നില്ല? മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത ഏക BJP നേതാവ് സുരേഷ് ഗോപിയാണ്. ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ടിൽ മറച്ചു പിടിച്ചു? പൂരത്തിന് തടസ്സം സൃഷ്ടിച്ച ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ആ സത്യം തുറന്നു പറയാൻ സുരേഷ് ഗോപിക്ക് ഭയമില്ല. ജനങ്ങളുടെ വികാരമായ തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടുമ്പോൾ വിറയ്ക്കുന്നത് കേരളത്തിന്റെ ഭരണകൂടമാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ മുതൽ അതിവേഗ ഹൈവേകൾ വരെ ഭാരതം മാറുന്നു. ആ വികസന വേഗത കേരളത്തിലും എത്തിക്കാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഇടത് സർക്കാർ കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സം നിൽക്കുകയും ഒടുവിലത് നടപ്പിലാകുമ്പോൾ സ്വന്തം ഫോട്ടോ ഒട്ടിച്ച് ക്രെഡിറ്റ് അടിച്ചു മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കർ രാഷ്ട്രീയത്തിനേറ്റ പ്രഹരമാണ് സുരേഷ് ഗോപിയുടെ പുതിയ നിലപാടുകൾ. സത്യസന്ധതയും അഴിമതിയും ഇല്ലാത്ത ഭരണവും ഇതാണ് സുരേഷ് ഗോപി എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. താൻ തുടങ്ങിയ ഒരു കാര്യം പൂർത്തിയാകുമ്പോൾ അതിന്റെ മഹത്വം മാധ്യമങ്ങൾ പറയട്ടെ എന്ന അദ്ദേഹത്തിന്റെ നിലപാട് എത്ര പേർക്ക് കാണാനാകും? കേരളം മാറ്റം ആഗ്രഹിക്കുന്നു, അത് വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ്. തൃശ്ശൂർകാർ അദ്ദേഹത്തെ ജയിപ്പിച്ചത് വെറുതെയല്ല എന്ന് ഓരോ ദിവസവും അദ്ദേഹം തെളിയിക്കുന്നു. വികസനത്തിന്റെ പുതിയ പാതയിലൂടെ ഭാരതത്തിന്റെ കരുത്തിനൊപ്പം കേരളത്തെയും മുന്നോട്ട് നയിക്കാൻ സുരേഷ് ഗോപി എന്ന ഈ പോരാളിക്ക് സാധിക്കുമെന്നുറപ്പാണ്. ഇടത് സർക്കാരിന്റെ കള്ളക്കളികൾ ഇനി നടക്കില്ല, കാരണം ഇവിടെ ചോദിക്കാൻ ഒരാളുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ.